പ്രധാന സ്ഥാനങ്ങളിൽ സ്ത്രീകൾ എന്തുകൊണ്ട് വന്നുകൂടാ? സ്ത്രീകൾ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല. ഈ സ്ഥാനങ്ങളൊന്നും അർഹമായ പരിഗണന കൊടുക്കുക. 50% സ്ത്രീകൾ വരണം, ജനസംഖ്യയുടെ പകുതിയുള്ള. ഗണേഷ് കുമാർ തോക്കണമല്ലോ. കാരണം എന്നും ജയിക്കുക മാത്രമല്ലല്ലോ, ഇപ്പം എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നവർ. അദ്ദേഹം കാലുമാറിയ ആളല്ലേ. അദ്ദേഹം 16 മുതലല്ലേ ഇടതുപക്ഷത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കാലുമാറി വന്ന ഒരാൾ കാലുമാറി എന്ന് പറയാൻ എന്താ? എനിക്ക് എന്താണ് ഞാൻ മാറിയെന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം ഭാര്യയ്ക്കുണ്ടായ വിഷയം മനസ്സിലായിട്ടുള്ള, പിന്നെ എല്ലാവരോടും ഒരു ധിക്കാരമായിട്ടല്ലേ സംസാരിക്കുന്നത്. ജനങ്ങളല്ലേ വലുത്, ജനങ്ങളാണ് വലുത്. അവരാണ് നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. എല്ലാവരോടും ഒരു ചെറിയ ബഹുമാനമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. മുഴുവൻ സ്ഥലത്തും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ആണ് ഈ ജയം കുറേ നേടിയെടുത്തിട്ടുള്ളത്. രാഷ്ട്രീയമൊന്നും ഇവിടെ പറഞ്ഞ് ഞാൻ കണ്ടില്ല. മൊത്തം വ്യക്തിഹത്യ ചെയ്യുകയായിരുന്നു, കുടുംബയോഗങ്ങളിൽ അടക്കം നടത്തിയിട്ടുള്ളത്. ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ്, സഖാക്കളുടെ മനസ്സിലുള്ളൊരു പ്രശ്നമാണ്. പാർട്ടി വേറെ ലൈനിലേക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ മാറിപ്പോകുന്നത്. UDF തരംഗത്തിൽ കൊട്ടാരക്കര പെട്ടതായിട്ട് തോന്നിയില്ല. അത് എന്നും ഇങ്ങനെയാണ് കുറേ വർഷങ്ങളായിട്ട്. എനിക്ക് അങ്ങനെ വിഷമമല്ല. കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അല്പം കൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രചരണം നടത്താമായിരുന്നു. ജനങ്ങൾ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. കുറച്ച് കൂടുതൽ വോട്ട് അദ്ദേഹത്തിനാണ് വന്നിട്ടുള്ളത്. ജയം തന്നെയാണ്. ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം ഭരിച്ചു പോകട്ടെ. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഹിതമാണ്. നമസ്കാരം മാഡം. നമസ്കാരം. ഇപ്പോൾ കൊട്ടാരക്കര സാങ്കേതികമായി പരാജയപ്പെട്ടെങ്കിലും UDFനും ഐഷ പോറ്റിക്കും ഒരു വലിയ വിജയം തന്നെയാണ്. ഒരു 1012 വോട്ടിൻ്റെ പരാജയം. എങ്ങനെയാണ് മാം ഇതിനെ അനുഭവിക്കുന്നത്? എങ്ങനെയാണ് അറിയുന്നത്? എനിക്ക് അതൊരു പരാജയം തന്നെയാണ്. പക്ഷേ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റി. ധനകാര്യമന്ത്രിയായിരുന്ന 5 വർഷമായിട്ട് ഇരിക്കുന്ന അദ്ദേഹത്തിനോടാണ് മത്സരിച്ചത്. സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രചരണം നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടേതായ രീതിക്ക് ഉള്ള ഒരു പ്രചരണ രീതികളാണ് അവലംബിച്ചത്. ജനങ്ങൾ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. കുറച്ച് കൂടുതൽ വോട്ട് അദ്ദേഹത്തിനാണ് വന്നിട്ടുള്ളത്. ജയം തന്നെയാണ്. ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം ഭരിച്ചു പോകട്ടെ. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഹിതമാണ്. കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്ന ആളാണല്ലോ ജയിക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ തോക്കുന്നൊന്നുമില്ല. നമ്മളെപ്പോഴും സജീവമായിട്ട് എല്ലാവരുടെയും കൂടെ ഉണ്ടാവും, എല്ലാ ജനങ്ങളുടെയും കൂടെ. അതിനെ അത്ര ഒരു ഭീകരമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. ഐഷ പോറ്റി എന്നൊക്കെ പറഞ്ഞാൽ 40,000-ൽ പര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. ആൾ ഒരു 1000 വോട്ടിന് പരാജയപ്പെടുന്നു എന്നുള്ളത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. മാമിന് ഇത് എത്രമാത്രം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് 1000 വോട്ടിൻ്റെ ഇതിൽ തോറ്റുപോയത്? എനിക്ക് അങ്ങനെ വിഷമമല്ല. കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അല്പം കൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രചരണം നടത്താമായിരുന്നു. പിന്നെ ഈ പ്രചണ്ഡമായ പ്രചരണത്തോടൊപ്പം നമ്മൾ ഓടിയെത്തണമെങ്കിൽ കുറച്ച് പാടുപെടും. പിന്നെ ജനങ്ങളുടെ ഒരു വില്ലല്ലേ അത്. ഒരുപാട് സ്ഥലത്തൊക്കെ കയറി എത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ വന്നു കാണും. പിന്നെ കുറേ കാലം കൊണ്ട് നമുക്കൊരു സ്പേസ് ഇല്ലാതിരുന്നുകൊണ്ടുള്ള ഞാനങ്ങ് പിന്നെ ഓഫീസിലേക്ക് പോയി. അതൊന്നും ഒരു കാര്യമല്ല. ജനങ്ങൾക്ക് നമ്മളെ അറിയാം. എത്ര വർഷമായിട്ട് അവരുടെ കൂടെ നിന്നിരുന്നിട്ടുള്ളതാണ്. പിന്നെ ഒരു UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. കേരളത്തിൽ UDF തരംഗം ഉണ്ടായി. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു ചെറിയ തിരികൊളുത്താൻ എനിക്കും പറ്റി കാണും. ഈ UDF തരംഗത്തിൽ കൊട്ടാരക്കര പെട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? UDF തരംഗത്തിൽ കൊട്ടാരക്കര പെട്ടതായിട്ട് തോന്നിയില്ല. അത് എന്നും ഇങ്ങനെയാണ് കുറേ വർഷങ്ങളായിട്ട്. എന്നും ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടാരക്കര, ഒരു മാറ്റമില്ലാതെ. മാം, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം KN ബാലഗോപാലിന് കിട്ടിയ വോട്ടിൻ്റെ ഒരു 5000-ലധികം വോട്ടിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ LDFൻ്റെ വോട്ടുകൾ ചോർന്നു പോയെന്നും പറയാൻ പറ്റില്ല. എന്നാൽ UDF വോട്ട് ശതമാനം കൂട്ടുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഈ ഒരു വലിയ പരാജയം അല്ലെങ്കിൽ ഒരു പരാജയം ഉണ്ടായത്? അത് ഒരുപാട് പേര്, എല്ലാ വിഭാഗത്തിലുള്ളവരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാണ്. പക്ഷേ ചില BJP വാർഡുകളിലെല്ലാം LDFന് ഭയങ്കര ഭൂരിപക്ഷമാണ്. ഞാൻ അന്നും പറഞ്ഞായിരുന്നു, എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നാലേ, എനിക്കറിയില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ എന്നെ അറിയുന്ന ആൾക്കാരാണ്. അവരെന്നെ ജയിപ്പിക്കുമെന്ന് വിചാരിച്ചു. എന്നെ മീൻസ് എൻ്റെ UDFനെ വിജയിപ്പിക്കുമെന്ന്. പക്ഷേ അതല്ലാതെ ഇപ്പോൾ വാർത്തകളെല്ലാം വരുന്നത് നെടുവത്തൂര്, എഴുകോണൊക്കെ തന്നെ കുറേ കാര്യങ്ങൾ ഉള്ളതായിട്ട് വാർത്തകൾ വായിക്കുന്നുണ്ട്. എനിക്കതിൻ്റെ നിജസ്ഥിതി പറയാൻ എന്നെക്കാൾ അറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട്.
അതാണ് അതിൻ്റെ നെടുവത്തൂരെ ഒരുപാട് വാർഡുകളിൽ BJPയുടെ വാർഡുകളിൽ തന്നെ LDF വളരെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയോ? അതൊരു ഒരു ഒരു ഡീലിന്റെ ഭാഗമായിട്ട് ഞാൻ പരാജയപ്പെട്ടതാണെന്നാണോ വിശ്വസിക്കുന്നത്? എല്ലാം കാണും അതിനകത്ത്. ഒരു ഡീല് തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഇത്രയും BJP ഭരിക്കുന്ന BJPയുടെ മെമ്പർമാർ ഭൂരിപക്ഷത്തിൽ ജയിച്ച വാർഡുകളിൽ LDFന് എന്തിനാണ് BJPയുടെ ജില്ലാ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു വോട്ട് ചോർച്ച അന്വേഷിക്കണമെന്ന്. അപ്പോൾ അതൊക്കെ ഉറപ്പായിട്ടും നമുക്ക് മനുഷ്യന് മനസ്സിലാക്കാമല്ലോ. അതോടൊപ്പം കുറച്ച് സമയമേ കിട്ടിയുള്ളൂ, അത്ര കൂടെ പ്രവർത്തിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. മറ്റേ അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം സജീവമായിട്ട് എപ്പോഴും ഇവിടെ എല്ലാം വലിയ സോഷ്യൽ മീഡിയ ഹാൻഡിലിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ എല്ലാം എപ്പോഴും കവറേജ് ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ഒരാളോടാണ് മത്സരിച്ചതെന്നുള്ള ഒരു കാര്യം കൂടി എൻ്റെ കൂടെ ഉണ്ട്. അല്പം കൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കുറേ കൂടി ആൾക്കാരുടെ അടുത്തേക്ക് എത്താനും കുറച്ചുകൂടി പ്രചരണത്തിലേക്ക് എത്താനും, പിന്നെ ഇങ്ങനെ വരുന്ന വോട്ട് മാറ്റം വരുന്നു എന്ന് നമുക്ക് വിചാരിച്ചാൽ ഞാൻ അന്നും പറഞ്ഞതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ട കുറേ കാര്യങ്ങൾ. ഈ BJP ഇത്തരം വോട്ട് മറിക്കുന്നത് ഇപ്പോൾ ഗണേഷ് കുമാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ ഇന്നലത്തെ പരാജയത്തിൻ്റെ കാരണം BJP കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ടാണ് അവിടെ പരാജയപ്പെട്ടതെന്ന് പറയുന്നു. ഇന്നലെ പബ്ലിക്കായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. അതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതൊന്നും അങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ല. കാരണം ഒരു 5 വർഷക്കാലമായിട്ട് ജ്യോതികുമാർ ചാമക്കാല എന്ന നേതാവ് അവിടെ ഫുൾ ടൈം ജനങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുക. പിന്നെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള കുറേയധികം പ്രയാസങ്ങൾ, അന്ന് ആ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് നേരെ ഉണ്ടാക്കിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കോടതിയിലൊക്കെ വന്നതാണ്, അതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം അതുപോലെ ഒരു സ്വന്തം ഭാര്യയ്ക്കുണ്ടായ വിഷയം മനസ്സിലായിട്ടുള്ള. പിന്നെ എല്ലാവരോടും ഒരു ധിക്കാരമായിട്ടല്ലേ സംസാരിക്കുന്നത്. ജനങ്ങളല്ലേ വലുത്, ജനങ്ങളാണ് വലുത്, അവരാണ് നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. എല്ലാവരോടും ഒരു ചെറിയ ബഹുമാനമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പം ഞാൻ വലിയ ആളാണെന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ. നമ്മളാരും വലിയ ആൾക്കാരല്ലല്ലോ. എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ എല്ലാവരോടും ഇടപെടുക എന്നുള്ള അത് മാറ്റി ചിന്തിച്ചുകൊണ്ട്, ഇത് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. വലിയ അഹങ്കാരത്തോടെ സംസാരിക്കുക, ഞാനാണ് വലുത്, ഞാനാണ് ഇന്ന ആളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സമയം എല്ലാവർക്കും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഈ പാർട്ടി മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ മാമിനെ അധിക്ഷേപിച്ച ഒരാളും കൂടിയായിരുന്നു ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിന്റെ തോൽവി മാം ആഗ്രഹിച്ചിരുന്നു? ഗണേഷ് കുമാർ തോക്കണമല്ലോ. കാരണം എന്നും ജയിക്കുക മാത്രമല്ലല്ലോ, ഇപ്പം എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നവർ. അദ്ദേഹം കാലുമാറിയ ആളല്ലേ. അദ്ദേഹം 16 മുതലല്ലേ ഇടതുപക്ഷത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കാലുമാറി വന്ന ഒരാൾ കാലുമാറി എന്ന് പറയാൻ എന്താ? എനിക്ക് എന്താണ് ഞാൻ മാറിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് അവിടെ ഒരു സ്പേസ് ഇല്ല എന്ന് പറഞ്ഞു. ഒരു MLA ആയി ദീർഘവർഷം ഇരുന്ന ഒരാളിനെ ആ ഒരു പൊതുപ്രവർത്തനത്തിൽ, പൊതുമണ്ഡലത്തിൽ ഒരു സ്പേസും ഇല്ലാതെ പാർട്ടി പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങണമെന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായാൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറയുന്ന മാത്രം കേട്ടിരിക്കേണ്ട ഒരാളല്ലല്ലോ നമ്മൾ. ഇത്രയേ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എനിക്ക് എൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്, അത് ഉപയോഗിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം. എന്നും പറയുന്നിടത്തേ ഇരിക്കാവൂ എന്ന് ആർക്കാണ് പറയാൻ അധികാരം? ആർക്കും അതിനുള്ള അധികാരമില്ല. ഗണേശനും ഇല്ല, വേറുള്ളവർക്കും ഇല്ല, ആർക്കും ഇല്ല. നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം, പ്രവർത്തിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും എവിടെയായാലും ഉണ്ടാകണം. അത് ഉണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കും, അത്രയേ ഉള്ളൂ. ഒരു വിസ്മയങ്ങളുടെ തുടക്കം പോലെ ആദ്യമായി ആ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന ഒരാളായിരുന്നു. അതിനുശേഷം ഒരുപാട് ആൾക്കാർ ആ പാർട്ടി വിട്ട് കോൺഗ്രസിൻ്റെ അനുയായികളൊക്കെ ആവേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ വിസ്മയങ്ങൾക്ക് തുടക്കം ഇട്ട ആളെന്ന രീതിയിൽ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ആൾക്കാർ വിജയിച്ചു. ഇപ്പം മാമും ശശി സാബൊക്കെയാണ്, ഒരു 1-2 ആൾക്കാർ മാത്രമാണ് പരാജയത്തിലേക്ക് എത്തിയത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ വിസ്മയങ്ങൾ ഇനിയും ഉണ്ടാവും? അല്ല, ഇത് ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ്, സഖാക്കളുടെ മനസ്സിലുള്ള ഒരു പ്രശ്നമാണ്. പാർട്ടി വേറെ ലൈനിലേക്ക് പോയി കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ മാറിപ്പോകുന്നത്. ഇതെല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ ജസ്റ്റ് ചെറിയ വോട്ടുകൾക്ക് തോറ്റുപോയി. പക്ഷേ അമ്പലപ്പുഴ ജയിച്ചു, കണ്ണൂരിൽ ജയിച്ചു, അങ്ങനെയെല്ലാം വളരെയേറെ പാർട്ടി കോട്ടകളായിട്ടുള്ളിടത്ത് തന്നെ സമാനമായ കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. മാറ്റി നിർത്തുക, പിന്നെ ഒരിടത്ത് ഫണ്ട് തട്ടിപ്പ്. അപ്പോൾ പാർട്ടി ലൈൻ മാറിയത് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ ബോധ്യമായി, ജനങ്ങൾക്ക് ബോധ്യമായി. പാർട്ടിക്കാർ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണല്ലോ UDFന് ഇത്രയും വലിയ വിജയം വന്നത്. അപ്പോൾ ഞാൻ തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം തുറന്നു പറഞ്ഞത് സത്യമാണെന്നാണ് ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗുണം UDFന് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ, അതല്ലേ ഇപ്പോൾ കാണുന്നത്. ഈ പാർട്ടി ഇനി തിരിച്ചു വരുമോ ഇടതുപക്ഷം? എനിക്ക് പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഒരിക്കലും തിരുത്താൻ തയ്യാറാവുന്നില്ല. പഴയ പോലെ അല്ല ഇപ്പോൾ പാർട്ടി പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ നേതാക്കന്മാർ പറയുന്നത്.
അപ്പോൾ അങ്ങനെ വന്നാൽ എങ്ങനെയാണ് തിരുത്തുന്നത്, എങ്ങനെയാണ് മാറ്റം വരുന്നത്? മാറ്റം വരുന്നത് നല്ലതാണ്. നല്ല മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പഴയ പോലെ എന്നല്ല, കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റം എല്ലായിടത്തും ഉണ്ടാകണം. പക്ഷേ നല്ല മൂല്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വേണം പോകാൻ. മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും ചർച്ചയും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഒക്കെ ആയിട്ട് പോയാൽ വളരെ നല്ലതാണ്. അങ്ങനെ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഇല്ല. ഈ ബാലഗോപാൽ വെറും രാഷ്ട്രീയ എതിരാളി മാത്രമാണോ, അതോ അല്ലാതെ? രാഷ്ട്രീയ എതിരാളിയാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്കെതിരെ എന്തായിരുന്നു പ്രചരണം നടത്തിയത്? എനിക്കെതിരെ രാഷ്ട്രീയ പ്രചരണം അല്ലല്ലോ നടത്തിയത്. ഞാൻ രാഷ്ട്രീയം മാറി എന്ന് പറഞ്ഞിട്ട് മുഴുവൻ സ്ഥലത്തും വ്യക്തിഹത്യ ചെയ്യുകയായിരുന്നു, അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി. അത് പറഞ്ഞിട്ടല്ലേ ഇവിടെ വോട്ട് നേടിയത്. എല്ലാ വീട് കുടുംബയോഗങ്ങൾ നടത്തിക്കൊണ്ടും സ്ത്രീകളുടെയൊക്കെ വിളിച്ചു കൂട്ടി, കുടുംബശ്രീക്കാരെ വിളിച്ചു കൂട്ടി, തൊഴിലുറപ്പ് തൊഴിലാളികളെ വിളിച്ചു കൂട്ടി, അങ്ങനെ മുഴുവൻ സ്ഥലത്തും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ആണ് ഈ ജയം കുറേ നേടിയെടുത്തിട്ടുള്ളത്. രാഷ്ട്രീയമൊന്നും ഇവിടെ പറഞ്ഞ് ഞാൻ കണ്ടില്ല. മൊത്തം വ്യക്തിഹത്യ ചെയ്യുകയായിരുന്നു, കുടുംബയോഗങ്ങളിൽ അടക്കം നടത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ നേടിയെടുത്ത ഒരു വിജയമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ബാലഗോപാലിനെ നേരിൽ കാണാനുള്ള അവസരം കിട്ടിയാൽ എന്തായിരിക്കും സംസാരം? ഞാൻ കണ്ടു കഴിഞ്ഞു. റിസൾട്ട് എണ്ണുന്നവരെ ഞാൻ രാവിലെ 7 മുതൽ തീരുന്നവരെ അവിടെ ഇരുന്നു. റിസൾട്ട് അദ്ദേഹം ജയിച്ചു എന്ന് ഭൂരിപക്ഷം ആയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വരുന്നത് വരെ വെയിറ്റ് ചെയ്തൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്കെന്താ അതിന് പ്രയാസം കാണുന്നതിന്? ഞങ്ങൾ അങ്ങനെ ആരോടും ദേഷ്യമൊന്നും, എനിക്ക് ഒരാളോടും ദേഷ്യമില്ല. എനിക്ക് പാർട്ടിയോടോ പാർട്ടിക്കാരോടോ ഒന്നും ദേഷ്യമില്ല. പക്ഷേ ആ പോക്കിനോട് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമാണ്. ഒരു സ്പേസ് ഇല്ലാതെ ആരെ ആക്കിയാലും അവർ സ്വതന്ത്രമായിട്ട് ഇറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്കത്രേ പറയുള്ളൂ. എനിക്ക് അല്ലാതെ ആരോടും ഒരു ദേഷ്യവും ഇല്ല. പിന്നെ അവർ എന്ത് പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ലല്ലോ. ഈ ആദ്യം മുതലേ ഈ പാർട്ടി മാറിയപ്പോൾ തന്നെ പറഞ്ഞു അധികാരമോഹി ആയതുകൊണ്ടാണ് പോയത്. ശരിക്കും ഐഷ പൂറ്റി ഒരു അധികാരമോഹിയാണോ? ഒരിക്കലും അല്ല. അധികാരമോഹി എന്ന് പറയുന്നത് ആരാ? അധികാരമോഹി എന്ന് പറയുന്നത് അധികാരം സ്വന്തം കാര്യത്തിനോ അങ്ങനെ ഉപയോഗിക്കുന്നവരല്ലേ അധികാരമോഹി എന്ന് പറയുന്നത്. എനിക്ക് അധികാരം കൊണ്ട് എൻ്റെ അച്ഛൻ തന്ന വീടേ ഉള്ളൂ. ഞാൻ അധികാരം കൊണ്ട് ഒന്നും ഉണ്ടാക്കിയ ആളല്ല. നിങ്ങൾക്ക് കാണാം, എവിടെ വേണേലും പരിശോധിക്കാം. എനിക്ക് എൻ്റേതായിട്ടുള്ള സമ്പാദ്യങ്ങളെന്ന് പറയുന്ന പണ്ടുള്ള സമ്പാദ്യങ്ങളൊക്കെ തന്നെയാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ഉള്ളതില്ല. അപ്പോൾ എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സ്നേഹമാണ്. ഞാൻ അധികാരം മുഴുവൻ ഇരുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ അധികാരമോഹം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് ഏജ് പോലും ഇളവ് കൊടുത്തിട്ട് വേറെ ആരെ ആക്കാതെ വീണ്ടും മത്സരിച്ചു, ഇപ്പം ജയിച്ചു വന്നിരിക്കുന്നു. അതൊരു അധികാരമോഹമല്ലേ? പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ MLA സ്ഥാനം മാറ്റിക്കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയെ നിർത്തിയത് ഒരു അധികാരമോഹമല്ലേ? അതിൻ്റെ പേരെന്താന്ന് പറയണ്ടേ? അതുപോലെ മറ്റു പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സീറ്റ് കിട്ടാതെ വരുന്ന സരിനെ പോലുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു അധികാരമോഹമല്ലേ? ഇത് രണ്ടും ഒന്നല്ലേ? ഒരു നാണയത്തിൻ്റെ രണ്ടും, എന്താ പറയുക, ഇങ്ങോട്ട് വരുന്നതെല്ലാം നല്ലതും അങ്ങോട്ട് പോകുന്നതൊക്കെ മോശം എന്ന് പറഞ്ഞാലേ, ഇത് മനുഷ്യരെല്ലാം ഇത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നല്ല രീതിയിൽ പറയണം. ചുമ്മാതെ അധികാരം മോഹിക്കുന്ന എന്താ? വല്ലതും ചെയ്യാൻ മോഹിച്ചൂടെ ആർക്കെങ്കിലും? ഇത് അധികാരം ഇല്ലാതെ വേറെ സ്ഥാനങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലോ എല്ലാവരെയും. അധികാരമോഹം ഈ പറയുന്നവർക്ക് തന്നെയാണ് ഉള്ളത് കൊണ്ടാണ് എപ്പോഴും അധികാരമോഹം എന്ന് പറയുന്നത്. ഉള്ളവരാണത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പം മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് പറഞ്ഞു കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ആ സമയത്ത് പലയിടത്തും ഇങ്ങനെ പല അഭ്യൂഹങ്ങളുടെ പേരിൽ ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ എണ്ണം എടുക്കുമ്പോൾ അതിൽ ഐഷ പൂരിയും വിട്ടിരുന്നു. മാം എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ വരണമെന്ന്? കേരളത്തിൽ നിന്നല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും വരണം. ഇന്ത്യ രാജ്യത്തും വരണം. പ്രധാന സ്ഥാനങ്ങളിൽ സ്ത്രീകൾ എന്തുകൊണ്ട് വന്നുകൂടാ? ഇവിടെ തന്നെ ഈ കൊട്ടാരക്കര നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. വളരെ പ്രമുഖരായിട്ടുള്ളവർ ഇരുന്ന് അപ്പോഴും MLA മാത്രമായിരുന്നപ്പോഴും എന്തെല്ലാം ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞതുകൊണ്ടാണ്, ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ് എനിക്കിത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. സ്ത്രീകൾ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല. ഈ സ്ഥാനങ്ങളൊന്നും അർഹമായ പരിഗണന കൊടുക്കുക. 50% എങ്കിലും സ്ത്രീകൾ വരണം. ജനസംഖ്യയുടെ പകുതിയുള്ള നല്ല എഫിഷ്യൻ്റ് എത്രയോ സ്ത്രീകളുണ്ട്. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ആരും തയ്യാറാവാത്തതുകൊണ്ടാണ് ഈ വനിതാ സംവരണം തന്നെ വേണ്ടി വരുന്നത്. സ്ത്രീകളൊക്കെ മുന്നോട്ട് വരണം, മുഖ്യമന്ത്രിയായിട്ട് വരണം, മന്ത്രിമാരായിട്ട് വരണം. അതിലെല്ലാം ഒരു എത്ര പോർഷൻ വേണമെന്ന് തന്നെ വെക്കണം. നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന എത്ര പേരുണ്ട്, കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഒന്നും ചെയ്യാത്തവർ പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്. അപ്പോൾ ആ കഴിവുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക തന്നെ വേണം. അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസവും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരിടത്തും പരാജയപ്പെടാതെ ആദ്യമായി
ആണ് എനിക്ക് തോന്നുന്നു 2026 മാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ? അതെ അതെ, ആദ്യമായിട്ട് പരാജയപ്പെടുക. ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. പരാജയത്തിന്റെ സുഖവും ഒന്ന് അറിയണമല്ലോ. അത് പരാജയം വന്നിട്ടും എനിക്ക് അങ്ങനെ ഫീല് വന്നില്ല. ഞാൻ ആരോടാ മത്സരിച്ചത്? ഇവിടെ ഇത്രയും പേര് മത്സരിച്ച ഒരു മണ്ഡലമല്ല കൊട്ടാരക്കര. അത് നിങ്ങളെല്ലാവരും തന്നെ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഇത്രയും വലിയൊരു മത്സരം ഇവിടെ ആദ്യമായിട്ട് കാണുവാണെന്ന് പറഞ്ഞല്ലോ എല്ലാവരും. അതുപോലെ ശക്തമായിട്ടുള്ള പ്രചരണത്തിന് ഒപ്പമാണ് ഞങ്ങളും മത്സരിച്ചത്. അപ്പം ചെറിയ തോതിൽ കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറെ കയറി പോകാൻ പറ്റുമായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ പരാജയപ്പെട്ടെങ്കിൽ ഐഷ പോറ്റി ഈ കൊട്ടാരക്കരയിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണോ നീ? എന്താ സംശയമുള്ളതിന്? ഞാൻ അവരുടെ കൂടെ തന്നെയുണ്ട് എപ്പോഴും. ഞാൻ ഇവിടുത്തുകാരിയല്ലേ എന്നേ, ഞാൻ ഈ നാട്ടിലുള്ള ആളല്ലേ, എന്നും ഈ ജനങ്ങളുടെ ഒപ്പം ഉള്ള ആളല്ലേ. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? എൻ്റെ നാട്ടിൽ എൻ്റെ ജനങ്ങളോടൊപ്പമേ ഞാൻ ഉണ്ടാവുള്ളൂ.